അപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വന്നാൽ അടൂരിൽ വലിയ നാടകീയ സംഭവങ്ങളാണ് ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം ഉണ്ടായിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിനെ കൊലക്കേസ് പ്രതിയാക്കി ലഘുലേഖ വിതരണം ചെയ്ത സംഭവത്തിൽ 3 പേർ പിടിയിലായി. അടൂർ പോലീസ് സ്റ്റേഷനിൽ 2 പേരും ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരാളുമാണ് പിടിയിലായത്. LDF പ്രവർത്തകരാണ് ഇത്തരം നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തതെന്ന് ആരോപിച്ച് കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചു. തനിക്കെതിരെ അങ്ങനെ ഒരു കേസില്ലെന്ന് പറഞ്ഞ CV ശാന്തകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് പൊട്ടിക്കരഞ്ഞു. കളക്ടർ സത്യസന്ധമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. എനിക്ക് ആരെയും ശിക്ഷിക്കണമെന്ന് എനിക്കില്ല. സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നാണ് ഞാൻ എന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ വക്കീൽ ഭാഗത്ത് ഞാൻ എന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഒരു കേസ് എനിക്കില്ല. ഞാൻ പത്തനംതിട്ട ഭാരത ബാങ്ക് മെമ്പറാണ്. ഞാൻ ഈ കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽ. എന്റെ ഫയൽ ഇപ്പോഴും RDOയുടെ മുന്നിലുണ്ട്. ഞാൻ പ്രതിയാണെന്നാണ് നിലവിൽ ഞാൻ പ്രതിയാണ്. ഞാൻ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണെന്നാണ് പറയുന്നത്. ഒരു കോടതി എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്റെ നിലവിൽ ഒരു കേസ് പോലും എനിക്കില്ല. അധികാരനായി എന്നെ ആക്ഷേപിക്കാൻ, എന്റെ കണ്ണന്റെ ജീവൻ ഇല്ലാതാക്കിയ പോലെ, MG കണ്ണനെ ഇല്ലാതാക്കിയ പോലെ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. ഇതേ തെരഞ്ഞെടുപ്പിൽ MG കണ്ണനെ ഇവിടെ ഇരുന്നു, ഞാനും ഇവിടെ ഇരുന്നു. ഇതുവരുടെ സ്ഥിരം പദവിയായി മാറ്റിയിരിക്കുകയാണ്. വളരെയധികം സങ്കടമുണ്ട്. തെരഞ്ഞെടുപ്പാണ്, ജനാധിപത്യമാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന്. ഞാൻ അതിനെ അംഗീകരിക്കുന്ന ആളാണ്. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ നിന്ന് അതെല്ലാം നീക്കം ചെയ്തിട്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫോണിൽ ഇപ്പോഴും മെസ്സേജ് റെക്കോർഡ് എടുത്തുകൊണ്ട് ശാന്തകുമാറിനെതിരെയുള്ള എല്ലാം നീക്കം ചെയ്തിട്ട് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ആ മാറ്റർ തന്നെയാണ് ഇപ്പൊ നോട്ടീസായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നോട്ടീസ് വെച്ച് പേര് വെച്ചിറങ്ങിയോട്ടെ, പേര് വെച്ചിറങ്ങി എനിക്ക് കുഴപ്പമില്ല. എന്തായാലും ലഘുലേഖയെ ചൊല്ലിയാണ് വലിയ വിവാദം അവിടെ ഉണ്ടാകുന്നത്. കൊലക്കേസ് പ്രതി എന്ന ആരോപണമാണ്. അതിലാണ് CV ശാന്തകുമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്. MG കണ്ണനെ അനുസ്മരിക്കുന്നുമുണ്ട്. MG കണ്ണനെ വേട്ടയാടിയതുപോലെ തന്നെയും വേട്ടയാടുന്നു എന്നതാണ് പറഞ്ഞത്. MG കണ്ണന്റെ രോഗിയായ മകനെ ആശുപത്രിയിൽ കൊണ്ടുപോയ സംഭവമൊക്കെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഉപയോഗിക്കപ്പെട്ടതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടാക്കിയ വലിയ വൈകാരികമായ സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ശാന്തകുമാർ ചെയ്തത്. ഒപ്പം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. അതേസമയം പിടികൂടിയവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റയം ഗോപകുമാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഒരു സാഹചര്യമുണ്ട്. നടപടി പ്രതിഷേധാർഹമാണെന്നും സ്ലിപ്പ് വിതരണം ചെയ്ത LDF പ്രവർത്തകരെയാണ് ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തതെന്നുമാണ് LDF പ്രവർത്തകർ വിശദീകരിച്ചത്. UDFന് വേണ്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു എന്ന ഒരു ആരോപണം കൂടി ചിറ്റയം ഗോപകുമാർ മുന്നോട്ട് വെച്ചു. ഇവർ രണ്ടുപേരും രാവിലെ സ്ലിപ്പ് വിതരണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് UDFന്റെ ഒരു പ്രവർത്തക മോനിഷ എന്ന് പറഞ്ഞ പ്രവർത്തകയും 3-4 പേരും വന്നിട്ട് യാതൊരു കാരണമില്ലാതെ ഇവരെ വണ്ടി തടഞ്ഞിട്ട് താക്കോൽ ഊരി കൊണ്ടുപോയിട്ട് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ അവരുടെ കൈവശം ഇരുന്ന അവരുടെ കയ്യിൽ നിന്ന് നോട്ടീസ് എടുത്ത് കൊടുത്തിട്ട് എവരാണ് വിതരണം ചെയ്തതെന്ന് പറഞ്ഞ് ഇവരെ പോലീസ് കൊണ്ട് പിടിപ്പിച്ചു. ഞങ്ങൾ അതറിഞ്ഞിട്ട് സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ നോട്ടീസ് കണ്ടിട്ടില്ല. UDFന് വേണ്ടി ബോധപൂർവമായി ഈ രണ്ടുപേരെ പോലീസിന്റെ ഒത്താശയോടുകൂടി അറസ്റ്റ് ചെയ്തു. ഇപ്പം ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരിൽ ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ പോലീസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും വിട്ടയച്ചു. പക്ഷേ ഇവർക്ക് രണ്ടും ക്ഷീണമുണ്ട്, അവർ ഹൃദ്രോഗിയാണ്, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാമാണ്. അവർ നന്നായിട്ട് മോനിഷയും അരുണും അവരുടെ അച്ഛനും കൂടെ ചേർന്ന് നന്നായിട്ട് ഉപദ്രവിച്ച് വണ്ടി തള്ളി താഴെ ഇട്ടു. അതിന്റെ പേരിൽ അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, കേസെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകാം. അതേസമയം ശാന്തകുമാറിനെതിരെ കേസെടുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടാകുന്നത്. മാധ്യമങ്ങളോട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിച്ചതൊക്കെ ചട്ടം ലംഘിച്ചാണ് എന്നത് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിക്ക് ഈ ശുപാർശ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം, ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സച്ചിനാരായണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സച്ചിനാരായണൻ, അതിനാടകീയമായ സംഭവങ്ങളാണ് ഇന്ന് അടൂരിൽ അരങ്ങേറിയത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥി വരുന്നു, അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കൾ ഉൾപ്പെടെ അവിടെ എത്തുന്നു. അതിനുശേഷം വിട്ടയച്ചു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അടൂരിൽ സംഭവിക്കുന്നത്? നിശബ്ദ പ്രചരണ ദിവസമാണ് ഈ അതിനാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. രേണുക, തീർച്ചയായും ഈ നിശബ്ദ പ്രചരണ ദിവസം തന്നെയാണ് ഇത്തരത്തിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയ എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ട കാര്യം. അടൂരിലെ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിനെതിരെയാണ് ഈ അപവാദ പ്രചരണം ഉൾപ്പെട്ട ലഘുലേഖകൾ വിതരണം ചെയ്തു എന്ന് പറയുന്നത്. എന്തായാലും ആ ലഘുലേഖകൾ പിന്നീട് കണ്ടെടുക്കുകയും ചെയ്തു. അത് വിതരണം ചെയ്ത് LDF പ്രവർത്തകരാണെന്നാണ് ശാന്തകുമാറിന്റെ പ്രധാനമായ ആരോപണം. അത് അത്തരത്തിൽ LDF പ്രവർത്തകരെ അത് സംബന്ധിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് വലിയ വിവാദ സംഭവമായി മാറുകയും പിന്നീട് LDF പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ ഉപരോധിക്കുകയും ചെയ്തു. അത് ചിറ്റയം ഗോകുമാർ അടക്കമുള്ള നേതാക്കളാണ് ഈ പോലീസ് സ്റ്റേഷനിൽ
ഉപരോധം നടത്തിയത്. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് രണ്ടുപേരെയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. അതേസമയം ശാന്തകുമാർ ഉന്നയിക്കുന്നത് താൻ ഒരു കൊലക്കേസിലെയും പ്രതിയല്ല, തന്റെ പേരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുന്ന സമയം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വരെ ഇത്തരം കാര്യങ്ങൾ താൻ കൊലക്കേസിലെ പ്രതിയാണെന്നുള്ള പ്രചരണം നടത്തിയിരുന്നു. അത് പരാതി ഉന്നയിക്കുകയും പിന്നീട് സൈബർ സെല്ലിൽ നീക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ലഘുലേഖകൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നുള്ള പരാതി ഉണ്ടായിരുന്നാലും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ശാന്തകുമാർ ഇത്തരം വിവരങ്ങൾ പറഞ്ഞത്. ശാന്തകുമാർ പിന്നീട് RDO ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകർ അടക്കമുള്ള നേതാക്കൾ RDO ഓഫീസിന് മുന്നിൽ ഉപരോധം ഉപരോധിക്കുകയും ചെയ്തു. അതിൽ പിന്നീട് ഈ പരസ്പരം ഈ ധാരണയിൽ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ RDO നൽകിയ ഉറപ്പിന്മേലാണ് പിന്നീട് ഉപരോധ സമരം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ രണ്ടുപേരെ പിടികൂടിയ ശേഷമാണ് ഉപരോധ സമരം അവസാനിക്കുന്നത്. എന്തായാലും അത് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് മറ്റൊരു വിവാദമായി മാറിയത്. നിശബ്ദ പ്രചരണ ദിവസം തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചതിനെതിരെ ശാന്തകുമാറിനെതിരെയും കേസെടുക്കാൻ കളക്ടർ നിർദ്ദേശിച്ചു. അത് അത്തരത്തിൽ കേസെടുക്കുകയും ചെയ്തു. അത്തരത്തിൽ വിവാദമായ ഒരു കാര്യമാണ് ഈ നിശബ്ദ പ്രചരണ ദിവസം അടൂരിലുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഒരു വിവാദം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ നോട്ടീസ്, അതായത് ഈ ലഘുലേഖ ഇന്ന് കൈവശം കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ ഗൗരവമുള്ള ഒരു കാര്യമായി പറയുന്നത്. തന്നെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം LDF പ്രവർത്തകർ കെട്ടിച്ചമച്ച കഥയാണെന്നാണ് ശാന്തകുമാറും അതുപോലെ UDF പ്രവർത്തകരും ആരോപിക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിലെല്ലാം തങ്ങൾക്ക് യാതൊരു പങ്കില്ല. LDF പ്രവർത്തകർ ഈ സ്ലിപ്പ് വിതരണമാണ് നടത്തിക്കൊണ്ടത്. ആ സ്ലിപ്പ് വിതരണം നടത്തുന്ന സമയത്താണ് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തുകയും തുടർന്ന് ഇവരുടെ കയ്യിൽ ഈ നോട്ടീസ് ഏൽപ്പിക്കുകയും നോട്ടീസ് തങ്ങളാണ്, അതായത് LDFകാരാണ് അത് പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി നൽകുകയും പോലീസ് ആ നോട്ടീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. എന്തായാലും കൃത്യമായി പോലീസ് ഇടപെടുകയും ഈ പരാതി ലഭിക്കുകയും അതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാന്തകുമാർ ഉപരോധ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. LDFും ഈ പ്രശ്നം പരിഹരിച്ചെന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രേണുക, പക്ഷേ നടപടികൾ തുടരൂല്ലേ? നടപടികൾ ഉണ്ടാകും തീർച്ചയായും. ഈ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് ശാന്തകുമാർ പറഞ്ഞത്, അതായത് ഈ നിശബ്ദ പ്രചരണ ദിവസം തന്നെ ഇത്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ള ചട്ടം ഉണ്ട്. അത് ലംഘിച്ചു എന്നുള്ള കാരണം കാണിച്ചുകൊണ്ടാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിലവിലുള്ള ഈ പിടികൂടിയ രണ്ടുപേരെയും പോലീസ് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.